ഒരുപാട് നാളായി സോഷ്യൽ മീഡിയയിൽ വലിയ ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൂലി ഇന്ന് തിയേറ്ററുകളിലെത്തി. ഏതൊരു രജനീകാന്ത് ഫാനിനെ പോലെ ഞാനും അതിരാവിലെ എഴുന്നേറ്റ് കാണാൻ വേണ്ടി പോയി. മറ്റ് സംഭവബഹുലമായ സിനിമകൾക്കപ്പുറത്ത് ഒരു രജനീകാന്ത് സിനിമയിൽ നിന്നും കിട്ടേണ്ട ചില സംഗതികളില്ലേ, അത് രജനീകാന്ത് ഫാൻസിന് പോലും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് കൂലി എന്ന സിനിമയിലൂടെ കിട്ടുന്ന റിയാക്ഷൻസ്. സൗബിൻ ഷായറിനെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് സ്ക്രിപ്റ്റിന്റെ ഒരു പോരായ്മ കൊണ്ട് തന്നെ അത് വളരെ വീക്കായിട്ട് പോകുന്നത് കാണാം. പിന്നെ രജനീകാന്ത് ഫാൻസ് ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഇൻട്രോ എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ തണുത്തുറഞ്ഞു പോകുന്നതായിട്ട് തോന്നുകയും ആരാധകർ പോലും കൈയടിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. 30 years ബാക്കിലെ കുറച്ച് സീനുകൾ കാണുന്നുണ്ട്. അവിടെ സാങ്കേതിക വിദ്യയുടെ മികവും സ്ക്രീൻ പ്രസൻസും എല്ലാം കൊണ്ട് രജനിയും ഉപേന്ദ്രയും ഒക്കെ വലിയ കയ്യടി നേടുന്നുണ്ട് എന്നുള്ളതാണ്. നാഗാർജുനയെയും ആമിർ ഖാനെയും ഒക്കെ നല്ല രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും വലുതായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് സ്ക്രിപ്റ്റിന്റെ വലിയ ഒരു പോരായ്മയായി കാണാവുന്നതാണ്. ലോകേഷ് കനകരാജിന്റെ ഇറങ്ങിയ സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലോ ആവറേജ് സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും കൂലി. പിന്നെ ആകെക്കൂടെയുള്ള ഒരു പ്രസരിപ്പും ആവേശവും എന്ന് പറയുന്നത് അനിരുദ്ധിന്റെ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ മാത്രമാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. നമ്മെ ആ സിനിമയിൽ പിടിച്ചു നിർത്തുന്നതും ആ ഒരു ഘടകം തന്നെയാണ്. പല രീതിയിലും മാറി മാറി ചിന്തിച്ചാലും പലതും കണക്ട് ആവാതെ മിസ്മാച്ച് ആയിക്കൊണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് ആളുകളും ബഹളങ്ങളും എന്നല്ലാതെ കൃത്യമായി കണക്ട് ചെയ്ത് ഒരു ആവേശമുണ്ടാക്കുന്ന ഒരു സിനിമയിലേക്ക് മാറാൻ കൂലിക്ക് സാധിക്കുകയില്ല എന്ന് തന്നെയാണ്. സിനിമ വളരെ മികച്ചതും ബ്രില്യന്റുമായി ചെയ്യാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് ലോകേഷ് കനകരാജ് എങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു കച്ചവട താല്പര്യത്തിനു വേണ്ടി മാത്രമായി സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ സിനിമയ്ക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂലിയുടെ ആയുസ്സും ആവേശവും വിജയവും ഒക്കെ കണ്ടറിയേണ്ടി തന്നെ വരും.